ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ കിടിലം പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെയും സാഗറിൻ്റെയും അതുപോലെ സുജുവിൻ്റെയും വീട്ടിലേക്ക് വരിക കേട്ടോ ചെയ്യുന്നത്. ബാലുവും അതുപോലെ സുമിത്രയും ഇനി ബലരാമനെതിരെ അവർ തന്നെ തിരിയണം, മാത്രമല്ല തങ്ങളുടെ മേൽ യാതൊരു തര കുറ്റവും ഇല്ലയെന്ന് ബലരാമനെ അറിയിക്കണം. അതിനു വേണ്ടി തന്നെ കാണാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്ന സാഗറിനെ കാണാനായിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അങ്ങനെ തന്നെ വാതിൽ തുറക്കുന്നത് ആൻറ്റിയമ്മയാണ് കേട്ടോ. നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേനും ഞാൻ സാഗറിൻ്റെ കൂട്ടുകാരനാണെന്ന് പറയുന്നു. കൂട്ടുകാരൻ എന്ന് വെച്ചാൽ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണ്, എനിക്ക് നിങ്ങളെ അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അനിയൻകുട്ടൻ്റെ ഏതൊരു ഫ്രണ്ട്സിനെയും എനിക്കറിയാം, നിങ്ങളെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന രീതിയിലൊക്കെ ആൻറ്റിയമ്മയോട് സംസാരിക്കുന്നു കേട്ടോ. അങ്ങനെ സാഗറും അതുപോലെ സുജുവും കൂടി താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേനെയാണ് അഭ്യർത്ഥന പോലെ തന്നെ സുമിത്രയും അതുപോലെ തന്നെ ബാലുവും നിൽക്കുന്നത്. ഞങ്ങൾ ഒരു കാരണവശാലും ഒന്നും ഉപദ്രവിക്കരുത് സാഗർ, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സാഗറിന് നല്ല പോലെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ എന്നൊക്കെ ബാലുവിനോടും അതുപോലെ സുമിത്രയോടും ചോദിക്കുന്നുണ്ട്. 30 വർഷത്തെ പകയാണ്, അലികയെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ള ആളുകളാണ് അവർ, സ്വയം തകർന്നു പോയവരാണിവർ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബലരാമൻ്റെ കാര്യത്തിലാണെങ്കിൽ അവന് ഞങ്ങൾ തൂക്കുകയറ് കൊടുക്കുമെന്ന രീതിയിലൊക്കെ, അതിന് ഏതറ്റം പോകേണ്ടി വരുന്നാലും ഞങ്ങൾ പോയിരിക്കുമെന്നൊക്കെ സുമിത്രയോടും ബാലുവിനോടും പറയുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഒരു നാടകം കളിക്കാനായിട്ട് ശ്രമിക്കാട്ടോ ചെയ്യുന്നത്. അവരുടെ മേലെ ഒരു തെറ്റുമില്ല എന്നറിയിക്കാനായിട്ട്. അതിനുശേഷം തന്നെ ആൻറ്റിയമ്മ അതുപോലെ സുജുവും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സാഗറും ഉണ്ട് അവിടെ. അവനാണ് നമ്മുടെ അലികയെ തകർക്കാൻ വന്ന ആ 30 വർഷം മുന്നേയുള്ള വലിയ ശത്രു. അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിന് മുന്നേ തന്നെ പറയുന്നുണ്ട് ആൻറ്റിയമ്മ, സാഗറിനോടായിട്ട് പറയാട്ടോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ ആ ബലരാമനെ വിശ്വസിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ കൺമണിയെയും വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇവളും നിങ്ങളെ ചതിക്കും, ബലരാമൻ നിങ്ങളെ ചതിച്ചില്ലേ, അവളും ചതിക്കുമെന്നൊക്കെ കൺമണിയെക്കുറിച്ചും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് കൺമണിയാട്ടോ. വയ്യാതെ കിടക്കുന്ന കൺമണിയെ കാണാനായിട്ട് മനസ്സ് പോകുന്നുണ്ട്. മനസ്സയാണെങ്കിലും രണ്ടും കളിപ്പിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും. അലികയിൽ നിന്ന് കൺമണിയെ പുറത്താക്കുന്നത് മാത്രമല്ല, കൃഷിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിൽ നിന്നും എല്ലാം തന്നെ കൺമണിയെ തുടച്ച് നീക്കണം എന്ന ഒറ്റ ഉദ്ദേശത്തിലാണ് മാനസ നിൽക്കുന്നത്. അതിനു വേണ്ടി തന്നെ ഏതറ്റം വരെയും മാനസ പോവും. അതിന് വേണ്ടിയിട്ട് അവളുടെ മനസ്സ് ഒന്നും കൂടി വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് തന്നെ മാനസ പോവാട്ടോ ചെയ്യുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.